We have been together many days here. So we miss every moment. Yeah, man. Hi, bro. Hey, how are you? ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെറിയ വ്ളോഗായിട്ട് വന്നതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പുതിയൊരു ഐലൻഡിലേക്ക് താമസം മാറുകയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്ന് 2:30 ഉച്ചയ്ക്ക് ബോട്ട് വരും. അതിന് മുന്നേ ഞാൻ എൻ്റെ പാക്കപ്പ് എല്ലാം തീർക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഇതാണ് ലാല. ഞാൻ നിൽക്കുന്ന റിസോർട്ടിൻ്റെ മെയിൻ സെക്യൂരിറ്റിയാണ്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റാണ്. പുള്ളി 3 ലാംഗ്വേജ് സംസാരിക്കും. ലാല. ഇതാണ് നമ്മുടെ ഷക്കൂറ. ഇത് ലാലയുടെ ഫ്രണ്ടാണ്. ഇവള് ഇപ്പോൾ പ്രസവിച്ചിട്ടുള്ളൂ. ഇവൾക്ക് 4 കുട്ടികളൊക്കെ ഉണ്ട്. നല്ല ക്യൂട്ട് പൂച്ചയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ റൂമിലേക്ക് പോവാണ്. അവരെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അവരോട് യാത്ര പറയാനൊക്കെ വേണ്ടിയിട്ട് പോകണം. 2:30 ബോട്ട് വരും. തൊട്ടടുത്ത് തന്നെയാണ് ഐലൻഡ്. ഇവിടുന്ന് ഏകദേശം ഒരു 10-11 കിലോമീറ്റർ ഉണ്ടാവും. ഇവിടെ പിന്നെ കിലോമീറ്ററിൻ്റെ കണക്കാരും പറയില്ലല്ലോ. ഓക്കെ ബ്രോ. അപ്പോൾ സാധനങ്ങളൊക്കെ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഭദ്രമായിട്ട്. അപ്പോൾ സി യു. കാണാം. ശരി, എന്നാ ഇപ്പോൾ കാണാം. പോയിട്ട് വരാം. എന്തെങ്കിലും പറയണ്ടോ? എന്തായാലും എൻജോയ് ചെയ്യും. ഓക്കെ. ഇവിടെ നമ്മളെ 2 ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ട്. ഹലോ ബ്രോ, ഹൗ ആർ യു? How are you doing, my friend? This is Kausar from Bangladesh. This is Simran from Bangladesh. Hello everyone. Yeah. How is going? These are my first friends in Bangladesh. So bro, you will go today, so we miss you. Yeah, me too. It's like ഞങ്ങള് You are a good friend us. So സംഭവം ശരിയാണ്. നമ്മൾ എപ്പോഴും വൈകുന്നേരം ഒക്കെ കറങ്ങാൻ പോയവരെ കൂടെയാണ്. yeah, രണ്ടുപേരും നല്ല ആളുകളാണ്. it's very sad for us now. yeah, Yeah. because You're leaving. We have been together many days here. Yeah. Now it's very bad. You are going. so we miss every moment. Yeah, man. I will come back after. So we some are days. waiting for you. Yes, yes. You have time, you come back. Yes, yes. Yeah. Of course. I miss you guys. ഇതാണ് മാൽദീവ്സിൽ വളരെ പോപ്പുലറായ എക്സൽ എനർജി ഡ്രിങ്ക്. റെഡ് ബുള്ളിനൊക്കെ പകരം ഇവർ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ലോക്കൽസും ടൂറിസ്റ്റൊക്കെ ഒരുപാട് കൂടുതലായി ഇത് വാങ്ങുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് എല്ലാം നല്ലതാണ്. നല്ലൊരു റിഫ്രഷിങ് ഫീലും കിട്ടും. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സംഭവം അടിപൊളിയാണ്. Hi, bro. Hey, how are you? ഫുഡൊക്കെ കിട്ടി. അപ്പൊ അങ്ങനെ നമ്മള് വേണല്ലേ? അതെ അതെ. അങ്ങനെ ഞാൻ അനിലേട്ടൻ്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടുത്തെ അവസാനത്തെ ദിവസമായതുകൊണ്ട് അനിലേട്ടൻ ലഞ്ച് കഴിക്കാൻ അനിലേട്ടൻ്റെ റൂമിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അവിടെ പോയി അനിലേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അല്ലേട്ടാ, ഒന്ന് നിങ്ങൾ ബിരിയാണി കഴിക്കണല്ലേ? എനിക്ക് മന്തിയാണ്, ചിക്കൻ മന്തി. ഓക്കെ, ഫുഡാണ്. അപ്പൊ ഇന്ന് ഫുഡ് കഴിക്കാൻ അദ്ദേഹം കൂടെ നമ്മുടെ ഒപ്പം ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഞാനും ഉണ്ട്. അദ്ദേഹം നമ്മളെ ഈ ഗുറൈദയിൽ നിന്നും വേറൊരു ഐലൻഡിലോട്ട് താമസം മാറി പോവുകയാണ്. ചിലപ്പോ ഇതിന്റെ പിന്നാലെ ചിലപ്പോ നമ്മളും ഉണ്ടാകാം. ചിലപ്പോ അല്ലേട്ടനൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോ അറിയാൻ പറ്റത്തില്ല. അതെല്ലാം കമ്പനിയുടെ തീരുമാനങ്ങള്. ഓക്കെ, എന്തായാലും പോകുന്നതിൽ മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കായിരുന്നു. ഞങ്ങളിവിടെ കുറച്ച് ദിവസമാണെങ്കിൽ 2.5 മാസമായി. 2.5 മാസത്തെ ഉള്ള ഒരു സൗഹൃദമാണ് നമുക്ക് തങ്ങളിലുള്ളത്. ഒരു 10-25 വർഷത്തെ സൗഹൃദം പോലെയാണ്. ഭംഗിവാക്കാണോ? ഭംഗിക്ക് പറയുന്നതല്ല. അപ്പൊ അല്ലേട്ടാ, അപ്പൊ ഈ ഐലൻഡിനോട് വിട പറയാണ്. നോക്കട്ടെ, പരിപാടി നമ്മളും കൂടെ അങ്ങോട്ട് വരാൻ ഇനിയിപ്പോ എന്താണെന്ന് അറിയില്ലല്ലോ. പിന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഒത്തുകൂടാം. അതെ അതെ അതെ. അപ്പൊ ഓക്കെ ഓക്കെ, നാളെ കാണാം. ഓഫീസ് കാണാം. അങ്ങനെ നമ്മൾ കുറേ ഫ്രണ്ട്സിനൊക്കെ കണ്ടു, ബാഗൊക്കെ പാക്ക് ചെയ്തു, യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ ബോട്ട് വെയിറ്റിംഗ് ആണ്. അടുത്ത നാളെ കാണാം. അടുത്ത ഐലൻഡിൽ വെച്ചാണ് ഇൻഷാ അല്ലാഹ്. സെൽഫി. ആ കാണുന്ന സ്പീഡ് ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ലഗേജ് എല്ലാം ഷിഫ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ഹെൽപ്പിന് റിഷാദൊക്കെ നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട്. പുള്ളി വയനാട്ടിലുള്ളതാണ്, ഞങ്ങളെ കമ്പനി വർക്ക് ചെയ്യുന്ന ആളാണ്.
ഇതാണ് വാഹിദ് ഭായ്. അദ്ദേഹം ഞങ്ങളെ കമ്പനിയിൽ സേഫ്റ്റി എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ഇന്ന് അദ്ദേഹം ഉണ്ട് ഞങ്ങളെ കൂടെ പുതിയ ഐലൻഡിലേക്ക്. ഈ കാണുന്ന ഐലൻഡാണ് മാഫുഷി ഐലൻഡ്. ഈ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മാൽദീവ്സ് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഐലൻഡാണിത്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്ന ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ഐലൻഡിൽ നിന്ന് മാഫുഷി ഐലൻഡിലേക്കൊരു 5-10 മിനിറ്റ് ദൂരം യാത്ര ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഒടുവിൽ ഗുല്ലി ഐലൻഡിലേക്ക് എത്തി. ഇനി കുറച്ചു കാലം ഇവിടെ ആയിരിക്കും നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ. ഐമി ബീച്ച് എന്ന ഹോട്ടലാണ് ഞങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ വണ്ടികളാണിത്. ഞങ്ങളെ ലഗേജ് എല്ലാം അവർ ഷിഫ്റ്റ് ചെയ്യുകയാണ് ഹോട്ടലിലേക്ക്. അതിനുശേഷം നമ്മളെ റൂമിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് ഐമി ബീച്ച് ഹോട്ടൽ. ഇവിടെ നമ്മളെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്ത് അവരെ ഗസ്റ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ്. ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ റൂമിലെത്തിയിട്ടുണ്ട്. സംഭവം കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, കുറച്ച് ടയർഡാണ്. ഇനി നമുക്ക് ഈ ഐലൻഡിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണിച്ചു തരാം. അതുവരേക്കും ബൈ.